ഇന്നാണെങ്കിലേ രാവിലെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ് കേട്ടോ കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാധനമാണ് കേട്ടോ. എനിക്കാണെങ്കിൽ എൻ്റെ ചെറുപ്പം മുതലേ അമ്മ എപ്പോഴും ഉണ്ടാക്കി തരുന്നതായിരുന്നേ. അതിന് വേണ്ടിയിട്ട് ഞാൻ റേഷൻ കടയിലെ ആട്ടപ്പൊടിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് അരിച്ചിട്ടും കൂടി ഉണ്ട്. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് ജീരകവും ഏലക്കായും പൊടിച്ചതും നന്നായിട്ട് തന്നെ ഇച്ചിരി തേങ്ങ ചേർത്ത് കൊടുക്കണം കേട്ടോ. തേങ്ങ എത്രത്തോളം ചേർക്കുന്നോ അത്രത്തോളം രുചി കൂടുതലാണ് കേട്ടോ. രുചി കൂടുതലാണെന്നല്ലേ പറയാറ്. ഞാൻ ഈ മാവ് കുഴച്ചെടുക്കുന്നത് കുറച്ച് ലൂസായിട്ടാണ്. എങ്ങനെ വേണേലും കുഴച്ചെടുക്കാം. പാനൊക്കെ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ചൂടായി വന്നപ്പോഴത്തേന് നെയ്യാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. എണ്ണയോ നെയ്യോ എന്തെങ്കിലുമൊക്കെ ഒഴിച്ചു കൊടുക്കാം. പിള്ളേർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ നെയ്യ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. എന്നിട്ട് ഇതുപോലെ അങ്ങ് കൈ വെച്ച് വെള്ളവും കൂടെ തൊട്ടിട്ട് പരത്തിയെടുക്കണം. സച്ചുവിനും റിച്ചുവിനും ആക്കുന്ന സമയത്താണെങ്കിൽ നന്നായിട്ട് മുരിച്ചെടുക്കാറില്ല. പക്ഷെ എനിക്കാണ് ഉണ്ടാക്കുന്നതെങ്കിൽ നല്ല രീതിയിൽ മുരിച്ചിട്ട് ഉണക്കി എടുക്കണം. തീ കുറച്ചിട്ടിട്ട് അതുപോലെ ആക്കുന്നതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. പണ്ടൊക്കെ അമ്മ ഉണ്ടാക്കി തരുന്നതിൻ്റെ ആ രുചി ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് കേട്ടോ. ഇവിടെ ആണെങ്കിൽ സച്ചുവിന് അത്രയ്ക്കൊന്നും ഇഷ്ടമില്ല. റിച്ചുവിന് എപ്പോൾ ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞാലും റിച്ചുവിന് ഭയങ്കര ഇഷ്ടമാണ്. ഇടയ്ക്കൊക്കെ ഞാൻ റിച്ചുവിന് ഉണ്ടാക്കി കൊടുക്കാറുമുണ്ട്. ഇതുപോലെ തന്നെ കുഴച്ചിട്ട് നമ്മൾ ഇലയ്ക്കകത്ത് പുഴുങ്ങിയെടുക്കൂലേ, അതിനേക്കാളും കുറച്ചും കൂടി എനിക്കിഷ്ടം ഇതാണ്.